നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അഭിമാനമാകുന്ന പ്രകടനത്തോടെ സമീപകാലത്ത് തിളങ്ങുകയാണ് സഞ്ജു സാംസൺ. T20യിൽ 3 സെഞ്ചുറി അടക്കം അടിച്ചെടുത്ത നിരവധി റെക്കോർഡുകളാണ് സഞ്ജു ഈ വർഷം സ്വന്തം പേരിലാക്കിയത്. ഒരു കലണ്ടർ വർഷം 3 T20 സെഞ്ചുറി, തുടർച്ചയായി 2 T20 സെഞ്ചുറി നേടുന്ന ഇന്ത്യക്കാരൻ എന്നിങ്ങനെ പല വമ്പൻ റെക്കോർഡുകളും ഇതിനോടകം തന്നെ സഞ്ജു സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണർ സ്ഥാനം ഏറെക്കുറെ സഞ്ജു ഉറപ്പിച്ചു എന്ന് പറയാം. വിക്കറ്റ് കീപ്പർ റോളിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന പ്രകടനമാണ് സഞ്ജു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ തുടങ്ങി പല പ്രധാന വിക്കറ്റ് കീപ്പർമാരുടെയും വഴി അടച്ചാണ് സഞ്ജു സാംസൺ ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണർ സ്ഥാനത്ത് മിന്നിക്കുന്നത്. ഇന്ത്യയുടെ മറ്റ് വിക്കറ്റ് കീപ്പർമാരെ അപേക്ഷിച്ച് സഞ്ജു സാംസൺ പല കാര്യത്തിലും ഒരുപടി മുന്നിലാണ്. മുൻ ഇന്ത്യൻ നായകൻ MS ധോണിയേക്കാൾ ഗംഭീര കണക്കാണ് സഞ്ജുവിന് T20 ടീമിലുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. MS ധോണിയുടെ സവിശേഷത അദ്ദേഹം ചില മേഖലകളിൽ മാത്രം മികവ് കാട്ടിയിരുന്ന താരമാണ് എന്നതാണ്. വിക്കറ്റ് കീപ്പർ, നായകൻ, ഫിനിഷർ എന്നീ റോളുകളിൽ ധോണി തിളങ്ങിയിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര T20യിൽ 98 മത്സരം കളിച്ചിട്ടും 2 അർദ്ധ സെഞ്ചുറി മാത്രമാണ് ധോണിയുടെ പേരിൽ ഉള്ളത്. കൂടാതെ ധോണി മികച്ച വിക്കറ്റ് കീപ്പർ ആണെങ്കിലും മികച്ച ഫീൽഡറാണ് എന്ന് പറയാനാകില്ല. കൂടാതെ ധോണി തന്റെ ബാറ്റിംഗ് പൊസിഷനുകൾ മാറി കളിച്ചപ്പോൾ മികവ് കാട്ടിയിട്ടുമില്ല. എന്നാൽ സഞ്ജു സാംസൺ ഏത് ബാറ്റിംഗ് പൊസിഷനിലും തിളങ്ങാൻ കെൽപ്പുള്ളവനാണ്. കൂടാതെ നായകൻ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ഫീൽഡർ എന്ന നിലയിലും പവർ ഹിറ്റർ എന്ന നിലയിലും ഓപ്പണർ എന്ന നിലയിലും എല്ലാം മികവ് കാട്ടുന്നുണ്ട് സഞ്ജു. ഇത്തരത്തിൽ എല്ലാ മേഖലയിലും കഴിവ് കാട്ടുന്ന സഞ്ജുവിന്റെ മിടുക്കിനൊപ്പം നിൽക്കാൻ സാധിക്കുന്ന മറ്റൊരു വിക്കറ്റ് കീപ്പറും നിലവിൽ ഇന്ത്യൻ ടീമിനൊപ്പം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ധോണിയെ ഏറ്റവും മികച്ച ഫിനിഷറായും ആക്രമണകാരിയായ ബാറ്ററുമായും എല്ലാമാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഇതെല്ലാം IPLലാണ് അദ്ദേഹത്തിന് കൂടുതലായി കാട്ടാനായിരുന്നത്. അന്താരാഷ്ട്ര T20യിൽ പ്രതീക്ഷിക്കുന്ന പ്രകടനം നടത്താൻ ധോണിക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ധോണി T20യിൽ ഇന്ത്യക്കായി നേടിയത് 1617 റൺസ് മാത്രമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 126.13 ആണ്. സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് ധോണിയേക്കാൾ മുകളിലാണുള്ളത്. 27.93 ശരാശരിയുള്ള സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് 155.17 ആണ്. ധോണി അന്താരാഷ്ട്ര T20യിൽ ആകെ നേടിയത് 52 സിക്സറുകൾ മാത്രമാണ്. എന്നാൽ ഇതിനോടകം തന്നെ 46 സിക്സുകൾ പറത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. ക്ലാസിക് ശൈലിയിൽ റൺസ് ഉയർത്താൻ സഞ്ജുവിന് അസാധ്യ കഴിവുണ്ട്. സാഹസ ഷോട്ടുകൾ കളിക്കുന്നത് കുറവാണെങ്കിലും ക്ലാസിക് ശൈലിയിൽ തന്നെ കസറാൻ സഞ്ജുവിന് കഴിവുണ്ട് എന്ന് ദക്ഷിണാഫ്രിക്കയിലടക്കം നമ്മൾ കണ്ടതാണ്. 2015 മുതൽ അന്താരാഷ്ട്ര T20യുടെ ഭാഗമായ താരമാണ് സഞ്ജു സാംസൺ. എന്നാൽ അദ്ദേഹത്തിനെ വേണ്ട വിധം ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ത്യക്ക്. 2024 ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായ ശേഷമാണ് സഞ്ജുവിന് തുടർച്ചയായ അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷനിലേക്ക് സഞ്ജു എത്തിയപ്പോൾ 3 സെഞ്ചുറി അടക്കം നേടി എല്ലാവരെയും ഞെട്ടിക്കാനും സാധിച്ചിരുന്നു. നേരത്തെ ഈ പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പല T20 റെക്കോർഡുകളും സഞ്ജു സ്വന്തം പേരിലാക്കുമായിരുന്നുവെന്ന് ഉറപ്പാണ്.